ഷഹീദ് നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങണേ? ഞാനൊരു 7 മണിക്ക് ഇറങ്ങും. എന്താ പരിപാടി? അല്ല, ഞാൻ മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വൈകിട്ട് സിനിമയ്ക്ക് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. നിങ്ങൾ വരുന്നോ? പോലോ. ഏതാ സിനിമ? സുമതി വളവിന് പോയാലോ? സുമതി വളവ് ഞാൻ കണ്ടു. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം. വേറെ ഏതാ? തലവര പിടിച്ചാലോ? തലവര ആ പോവാം. നല്ലതാന്ന് തോന്നുന്നു അല്ലേ? തലവര കൊള്ളാൻ തോന്നുന്നു. വ്യത്യാസേ തലവര നോക്കാം. നമുക്ക് സിനിമ പോയാലോ? വൈകിട്ട് സിനിമക്ക് പോയാലോ എന്ന് പറയുന്നത്. സിനിമ അല്ലേ? സിനിമ ഏതാ? തലവര. തലവരയാണെങ്കിലേ 8:15 കാണിക്കുന്നുണ്ട്, 9:45. 8:15 സീറ്റും ഉണ്ട്. എന്നാ പിന്നെ അത് ഫിക്സ് ചെയ്യാം അല്ലേ? അല്ല, രാഹുലില്ലേ? രാവിലെ സിനിമക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട്. എന്താ പരിപാടി? ആണോ? ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാ? ഉറപ്പാ? ഇല്ല, 3 ആൾക്കാര്. ഒന്നാ പിന്നെ 3 ടിക്കറ്റ് അല്ലേ? അപ്പൊ 8:15 ഫിക്സ് ചെയ്യാം കേട്ടോ. 8:15 ഫിക്സ്. 3 ബുക്ക് ചെയ്യാവേ. 3 ബുക്ക് ചെയ്തോ. ഇതാണ് അതായത് ടിക്കറ്റിന് 660 വരുന്നുള്ളൂ. ബാക്കി കൺവീനിയൻസ് ഫീസ് പറഞ്ഞിട്ട് 106 രൂപ വാങ്ങിക്കുന്നത്. നമ്മൾ 3 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 106 രൂപ അധികം കൊടുക്കണം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഇത്ര എമൗണ്ട് നമ്മൾ അധികം പേ ചെയ്യണം. അത് കുറച്ച് അധികമാണ്. സീറ്റ് ഉണ്ട്, സീറ്റ് കുറേ ഉണ്ട്. അങ്ങനെ നമുക്ക് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാം. ആ പൈസ നമുക്ക് ലാഭിച്ചിട്ട് പോപ്കോൺ തിന്നാം. അല്ല പോവാം. അത് മറ്റേ ടിക്കറ്റിനെക്കാട്ടും നല്ല ഡിഫറൻസ് വരുന്നുണ്ടാവും. അപ്പോൾ ഒരു നമ്മുടെ കൺവീനിയൻസിന് അവർ ചെയ്തു തരുന്നതിന് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നത് ഓക്കെയാണ്. പക്ഷേ ഇത്രയും ഹ്യൂജ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല. അവർക്ക് ഒരു ആപ്പ് കയറ്റുമ്പോൾ അതിൻ്റെ കൂടാണ്ട് വേറെ പൈസ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മളൊരു കൺവീനിയൻസ് ഇത് വേറെ കൊടുക്കണമെന്ന് തോന്നുന്നില്ല. എന്തായാലും 40-30 ഒന്നും വേണമെന്നില്ല. ഒരു 10-15 കുഴപ്പമില്ല. ഞങ്ങൾക്ക് സ്റ്റുഡൻസാണ്, കോളേജ് സ്റ്റുഡൻസാണ്. അപ്പോൾ എന്തായാലും ഹോസ്റ്റലേഴ്സും കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച പൈസ നമ്മളെ കാണുള്ളൂ. ഓൺലൈൻ നോക്കുമ്പോൾ കൂടുതലാണെന്ന് കാണുമ്പോൾ ഉറപ്പായിട്ട് നിന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കും. എന്നാൽ ഓൺലൈൻ സിനിമ ടിക്കറ്റ് വലിയ സൗകര്യമാണെന്നും അതിനുള്ള ചിലവാണ് അധിക തുകയെന്നും തിയേറ്റർ ഉടമകൾ പറയുന്നു. സൗകര്യങ്ങൾ അത്രമാത്രമാണ്. കാരണം ഒരാൾക്ക് ഒരു ഫിലിം ഇപ്പോൾ നാളെ റിലീസ് ആവുകയാണെങ്കിൽ അത് 4 ദിവസം വരെ നമ്മൾ ഓൺലൈൻ ഇടും. പക്ഷേ ആ സമയം മുതൽ തന്നെ താല്പര്യം ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ബാക്ക് സീറ്റ് ഇഷ്ടമുള്ള സീറ്റ് തിരഞ്ഞെടുക്കാനുള്ള സംഭവമാണ് ഈ ഓൺലൈനിൽ കൂടെ ഉള്ളത്. ആ സൗകര്യങ്ങൾക്ക് ഒരു ഫീസ് എന്തായാലും അതിന് സോഫ്റ്റ്വെയർ കുറേയധികം ടെക്നിക്കലി സ്റ്റാഫ് ബാക്കിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇടക്കാലത്ത് കുറഞ്ഞ ഫീസ് ഈടാക്കി സർക്കാർ തന്നെ ഓൺലൈൻ സിനിമ ടിക്കറ്റ് ആപ്പ് തയ്യാറാക്കാൻ ആലോചിച്ചിരുന്നു. പക്ഷേ എവിടെയും എത്തിയില്ല. ഓൺലൈൻ റിസർവേഷൻ സൗകര്യം സിനിമ കാണാനെത്തുന്നവർക്കും തിയേറ്റർ ഉടമകൾക്കുമെല്ലാം സൗകര്യമാണ്. പക്ഷേ ഈ സർവീസിനുള്ള തുക ഇത്രയധികം വേണമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.